പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചിക്കൻ മോമോസാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. വെജിറ്റബിൾ വെച്ചും ഉണ്ടാക്കാം, അല്ല ചിക്കൻ വെച്ചും ഉണ്ടാക്കാം. ഇന്ന് ഞാൻ ചിക്കൻ വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ അതാണ്ട് അതിന് വേണ്ടി ഞാൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 തവി മൈദപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഈ തവിക്ക് 3 തവി മൈദപ്പൊടിയെ. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ ഉപ്പാണ്. അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് 1 സ്പൂൺ ഓയിലാട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് ആദ്യമേ കുഴയ്ക്കല്ലേ, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഞാൻ കുഴച്ചെടുത്തിട്ട് കാണിക്കാമേ. നമ്മളിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പം കയ്യിലോട്ട് ഒരുപാട് മാവ് ഒട്ടി പിടിക്കുകയാണെങ്കിൽ ഒന്ന് കൈ കഴുകിയിട്ട് വീണ്ടും ഒന്നുകൂടെ കുഴച്ച് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുമേ. ഇപ്പോൾ അതാണ്ട് നല്ലതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കയ്യിൽ ശകലം എണ്ണയൊന്ന് തേച്ച് കൊടുത്ത ശേഷം ഈ മാവിൻ്റെ പുറത്തേക്കൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ 1 മണിക്കൂറോളം നമുക്കിത് വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ചിക്കൻ വേവിച്ചെടുക്കണം. എല്ലില്ലാതെ എടുത്ത ചിക്കൻ നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അതാണ്ട് ഞാൻ കുക്കറിലേക്ക് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വെന്ത ശേഷം ഇതിൻ്റെ ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആ മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതും, പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില കേട്ടോ, 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 പച്ചമുളക് ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് സോയാ സോസും കൂടെ ചേർക്കണം കേട്ടോ, 1 സ്പൂണ്. അതും കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ശകലം പോലും ഒഴിച്ചു കൊടുക്കല്ലേ, അല്ലാതെ തന്നെ ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പരത്തി റെഡിയാക്കി എടുക്കണം. അപ്പം അതൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് എടുത്ത് ഒരു ചെറിയ ഉരുട്ടിയിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പം നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മാവ് വെള്ളം ഒന്നും കൂടി പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. ഷേപ്പിലൊന്നും പരത്തണ്ട, അല്ലാതെ പരത്തിയ ശേഷം നമുക്കൊരു അടപ്പം എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം വലിയ അടപ്പാണെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു അടപ്പ് വെച്ചാൽ കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ 3 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇങ്ങനെ ഇതുപോലെ മാവ് നമുക്ക് ബാക്കിയെല്ലാം എടുത്ത് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫില്ലിങ് ഒന്ന് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട്, ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത്, കുറച്ചേ വെച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ഇതിൽ മടക്കിയെടുക്കാൻ പറ്റത്തുള്ളേ. അതിനുശേഷം നമുക്കൊന്ന് 2 സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഏത് ഷേപ്പിലും ഉണ്ടാക്കാം, നമുക്ക് ഏതാണോ ഏതാ ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫോർക്ക് വെച്ച് സൈഡൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ്ട് ഇപ്പോൾ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടി അപ്പച്ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ തട്ട് വെച്ചെടുക്കാം. ആ തട്ടിൽ ഇതുപോലെ ഓയിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ബാക്കി നമുക്കിതെല്ലാം എടുത്ത് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മോമോസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ബാക്കി ഇതൊന്നും ഞാൻ ഇതുപോലെ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തക്കാളി ചട്നി കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാത്ത സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. വീഡിയോ ഒക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഷേപ്പൊക്കെ നമുക്ക് അറിയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.